യേശുക്രിസ്തുവിന്റെ അന്ത്യത്താഴത്തെ വികലമാക്കുന്ന രീതിയിൽ ചിത്രം പ്രസിദ്ധീകരിച്ച ദേശീയ ദിനപത്രങ്ങളിലൊന്നായ ടൈംസ് ഓഫ് ഇന്ത്യക്കെതിരെ രാജ്യവ്യാപകമായ പ്രതിഷേധം ശക്തമാകുന്നു. മെയ് 15 പ്രസിദ്ധീകരിച്ച പത്രത്തിന്റെ കേരള പതിപ്പിലാണ് രാഷ്ട്രീയ നേതാക്കളുടെ മുഖങ്ങൾ ഉൾപ്പെടുത്തി അന്ത്യത്താഴത്തെ വികലമായ രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് വിശ്വാസികൾ അതീവ വിശുദ്ധിയോടെ കാണുന്ന അന്ത്യത്താഴത്തെ രാഷ്ട്രീയ പരിഹാസത്തിലേക്ക് താഴ്ത്തിക്കെട്ടിയത് മാധ്യമധർമ്മത്തിനും സാമൂഹിക ഉത്തരവാദിത്തത്തിനും നിരക്കാത്തതാണെന്ന് വിവിധ ക്രൈസ്തവ സംഘടനകൾ സംയുക്ത പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. ഇത് കേവലം ആശയദാരിദ്ര്യം കൊണ്ട് സംഭവിച്ചതല്ല, കൃത്യമായ അജണ്ടയോടെയുള്ള ക്രൈസ്തവ വിരുദ്ധതയാണ് ഈ നടപടിക്ക് പിന്നിലെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ യൂത്ത് കൗൺസിൽ പറഞ്ഞു. രാഷ്ട്രീയത്തിലെ ഗ്രൂപ്പ് വഴക്കുകളും അധികാര തർക്കങ്ങളും ചിത്രീകരിക്കാൻ മതപരമായ ചിഹ്നങ്ങളോ വിശുദ്ധ ഗ്രന്ഥങ്ങളിലെ സന്ദർഭങ്ങളോ ഉപയോഗിക്കുന്നത് തെറ്റായ രീതിയാണ്. മാധ്യമങ്ങൾ പുലർത്തേണ്ട സാംസ്കാരികവും ധാർമ്മികവുമായ മര്യാദകളാണ് ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നതെന്നും KCOM ലത്തീൻ സംസ്ഥാന സമിതി കുറ്റപ്പെടുത്തി. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ക്രൈസ്തവ വിശ്വാസത്തെയും പാവനമായ പ്രതീകങ്ങളെയും അവഹേളിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ലെന്ന് വിവിധ രൂപതാ ഘടകങ്ങൾ വ്യക്തമാക്കി. മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ മതവിശ്വാസങ്ങളെ അധിക്ഷേപിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും പത്രം പരസ്യമായി മാപ്പ് പറയണമെന്നുമാണ് പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യം. പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ ടൈംസ് ഓഫ് ഇന്ത്യ ഖേദം പ്രകടിപ്പിച്ചു.